ഹലോ സ്റ്റുഡൻസ്, നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്? അണ്ടർ ദിസ് മെത്തേഡ് ടു അക്കൗണ്ട്സ്, that is the capital account and current account are maintained for each partner. Under this method two accounts are maintained for each partner, that is capital account and current account. The capital account is credited with original capital invested by the owner or the partner. The capital account is credited with the original capital introduced or invested by the partner. Only capital introduced by the partner is credited in this account. It is also credited with additional capital contribution by the partner. So only two items, that is capital introduced or invested by the owner and also additional capital invested by the owner. So in this capital account only capital contribution by each partner. അപ്പോൾ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ പ്രത്യേകത, ഈ മെത്തേഡിൽ നമ്മൾ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും രണ്ടാമത്തെ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് അക്കൗണ്ടുകളാണ് ഓരോ പാർട്ട്ണർക്കും വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്ണർ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രം ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. അപ്പോൾ പാർട്ട്ണർ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റലായിട്ട് എന്തെങ്കിലും എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റം മാത്രം, ഒന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസോ മാത്രം കാണിക്കുക. അതോടൊപ്പം തന്നെ അഡീഷണൽ ക്യാപിറ്റലായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഐറ്റവും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ചില സമയത്ത് രണ്ടുണ്ടാവില്ല, ഒരു ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? ക്യാപിറ്റൽ ബാലൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് മാത്രം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് ഐറ്റം വരാറുള്ളൂ. ഡെബിറ്റ് സൈഡിൽ ഒരേ ഒരു ഐറ്റം, അത് വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഓൺലി. വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയും വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരൈറ്റവും വരില്ല. ക്യാപിറ്റലിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുക. സാധാരണ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു തരുന്ന എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കരുത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഓൾ അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സച്ച് ആസ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദീസ് ഐറ്റംസ് ആർ ഷോൺ ഇൻ ദി സെക്കൻഡ് അക്കൗണ്ട് നോൺ ആസ് കറണ്ട് അക്കൗണ്ട്. സെക്കൻഡ് അക്കൗണ്ട് ഈസ് നോൺ ആസ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ അക്കൗണ്ടിലാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും, ആദ്യത്തെ മെത്തേഡിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇതുപോലെയുള്ള ഐറ്റം ഒക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു ഫ്ലക്ച്വേറ്റിംഗിൽ കാണിച്ചത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റങ്ങളൊക്കെയും ഏത് അക്കൗണ്ടിൽ കാണിക്കണം? കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാണിക്കണം. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസും എന്ന് പറഞ്ഞാൽ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ അക്കൗണ്ടിലാണ്. സോ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ട്ണർ റിമൈൻസ് അൺആൾട്ടേർഡ്, നോട്ട് ചേഞ്ച്ഡ്. ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ട്ണർ അൺആൾട്ടേർഡ് ഓർ നോട്ട് ചേഞ്ച്ഡ് ഇഫ് ദർ ഈസ് നോ അഡീഷണൽ ക്യാപിറ്റൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസുകളിൽ ഒരു മാറ്റവും, അൺആൾട്ടേർഡ്, നോ ചേഞ്ച്, ഒരു മാറ്റവും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ നോ അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഇൻവെസ്റ്റഡ്. പുതിയതായിട്ട് അല്ലെങ്കിൽ അഡീഷണലായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ ഒരു മാറ്റവും സംഭവിക്കില്ല, ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസുകൾ ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ചേഞ്ച്ഡ്, ഒരു ചേഞ്ചും വരുന്നില്ല. സോ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം, ദി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ട്ണർ റിമെയിൻസ് അൺആൾട്ടേർഡ് ത്രൂ ഔട്ട് ദ ഇയർ ടു ഇയർ.
വർഷാവർഷങ്ങളിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസിൽ നോ ചേഞ്ച് ഓർ അൺആൾട്ടേർഡ്, ഒരു മാറ്റവും വരുന്നില്ല. ഇഫ് ദർ ഈസ് നോ അഡീഷണൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത, ഓരോ പാർട്ട്ണർക്കും വേണ്ടിയിട്ട് നമ്മൾ 2 അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം കാണിക്കുക. കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റവും നമ്മൾ കാണിക്കേണ്ടത്. At the end of the year, capital account and current account must be balanced. At the end of the year, capital account and current account must be balanced. At the end of the year, അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ബാലൻസ് ചെയ്യണം. ബോത്ത് ദീസ് ബാലൻസസ് ആർ ഷോൺ ഓൺ ദി ബാലൻസ് ഷീറ്റിൽ നമ്മൾ 2 അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ കാണിച്ചിരിക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എപ്പോഴും ലാബിലിറ്റി സൈഡിൽ കാണിക്കും. കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. കറണ്ട് അക്കൗണ്ടിന് ചിലപ്പോൾ എയ്തർ ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്, 2 ബാലൻസുകളും വരാം. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷേങ്കിൽ കറണ്ട് അക്കൗണ്ടിന് 2 ബാലൻസും വരാം. ബോത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബോത്ത് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ട് അസറ്റ് സൈഡ് കാണിക്കണം. ഡെബിറ്റ് ബാലൻസ് ആണ് കറണ്ട് അക്കൗണ്ടിന് വരുന്നതെങ്കിൽ സൈഡിൽ അസറ്റ് സൈഡ് കാണിക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലാബിലിറ്റി സൈഡ് കാണിക്കുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് സാധാരണ ഉണ്ടാവുക. ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ നമ്മൾ സൈഡിൽ ലാബിലിറ്റി സൈഡിലും, ഡെബിറ്റ് ബാലൻസ് എങ്ങാനും വന്നിനെങ്കിൽ അത് അസറ്റ് സൈഡിലും കാണിക്കണം. ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.